സിറ്റുവേഷന് ജാനനെ ആരോ എന്തോ അടിച്ചിട്ടത്. ഞാൻ വരുന്നു. അയ്യോ വരുന്നു. എടാ എന്താ പറ്റിയടാ? എന്താ എന്താ സാറേ നമ്മളെ രാജനെ തൊട്ടിട്ട് പോവാന്ന് വെച്ചു സാറേ. പിടിക്കും. കേസാണ് പോയിക്കൊണ്ടിരിക്കുക. നിന്റെ മോനെ ഞാൻ വിളിച്ചു കൊല്ലും. എല്ലാരും ഞാൻ കൊല്ലുവേ. ഒരു ദാക്ഷിണം എന്റെ സ്വഭാവം അറിയാലല്ല. ഞാൻ പ്രാന്താണ്. എന്റെ സ്വഭാവം ഇത് ചന്ദ്ര നീയാണോടാ രായനെ അടിച്ചേ? രായനെ അടിച്ചേ? എടാ ഏതണ്ണു കൈവക്ക് നീ. സിറ്റുവേഷന് ജാനനെ ആരോ എന്തോ അടിച്ചിട്ടത്. ഞാൻ വരുന്നു. അയ്യോ വരുന്നു. റേഡിയോ എനിക്ക് വരാൻ പറ്റുമോ കൂടെ? വന്നു തോക്കെടുക്കരുത്. തോക്ക് തരാ ജോണി പാപ്പ പക്ഷെ ഉപയോഗിക്കരുത്. അല്ല ജോക്കിയാരനെ തൊട്ട് അന്നേരം അടിക്കൂല. അല്ല ഹെൽമെറ്റ് എടുത്തില്ല ജോക്കി ഹെൽമെറ്റ് എത്ര? 150. അതിടാനാ വന്നോ? ഷൂസ് തോളത്തിരിക്കാ. നീ ആരാടാ? കുടിച്ചാതനോ? ഇറങ്ങടാ തോളത്ത് ഇറങ്ങടാ. വേഗം വരുമോ ഇതൊന്ന്. ഇതെന്ത് ഇത്ര ലാഗ്? അപ്പൊ ഇത് ഏതായിരുന്നു? ഹെൽമെറ്റ് എങ്ങനെ വെക്കുന്നേ? ലെഫ്റ്റ് സൈഡില് താഴെ ഒരു ഐക്കൺ കണ്ടോ? ഒരു കണ്ണാടിയുടെ പടം. അത് ക്ലിക്ക് ചെയ്തിട്ട് ഹാറ്റിൽ 150. 150 150 ഹാറ്റ് 150. 150 എന്നാണല്ലോ. ഇതല്ല. ഇത് തന്നെ ജോഗി. വേണേ കളർ മാറ്റിക്കോ. വേണ്ട. ജോണി പവനെ കേട്ടില്ല. അങ്ങനെ കേട്ടേ? ഞാനുണ്ട്. ഞാൻ ആദ്യം കയറിയത്. ഞാൻ വണ്ടിയിൽ ഇറങ്ങത്തില്ലേ? രായ എന്തോ പറ്റിയടാ? രായൻ എടാ എന്തോ പറ്റിയടാ? റേഡിയോ ആർമർ ഉണ്ടോ കയ്യില്? ആർമർ അടിക്കണേ. എനിക്ക് റേഡിയോ സംസാരിക്കാനും ഇഷ്ടമല്ല. രായൻ കേക്കുന്നുണ്ടോ? രായൻ എന്താ പറ്റിയേ? ഞാൻ ഇപ്പൊ ജയിലിലാ. പക്ഷെ അവന്റെ വണ്ടി ഭയങ്കര സ്പീഡുള്ള വണ്ടിയായി. ഒരു 300-350 കയറുന്ന പെട്ടെന്ന് മോനെ രായ. ഓ അണ്ണു പറ. എന്തോ പറ്റി മോനെ? അണ്ണു എന്നെ ഒരുത്ത അടിച്ചു കൊന്ന്. എന്നിട്ട് കത്തിച്ചവൻ. എവിടാ നിക്കുന്നേ ഇപ്പം? ആരാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അവന്റെ വണ്ടി കയറി പറഞ്ഞ അവ വാണിംഗ് ഫയർ പോലും തരാണ്ട് അടിച്ചങ്ങ് കൊന്നു. അവിടെ ഒരു വണ്ടി കിടന്നടാ. ആ വണ്ടി അവന്റെ വണ്ടിയാണെന്ന് പോലും അവൻ പറയണില്ല. അടിച്ചങ്ങ് കൊന്നു. ഇതല്ല അലപ്പാടാ ഇത്. തലവേന എടുക്കുന്ന റേഡിയോ ഒക്കെ തിരുന്നിട്ട് ഇറങ്ങിയാലോ? അല്ലല്ല നീ ഇപ്പൊ ഇവിടെ ഈ നീലനെയൊക്കെ സമ്മതിക്കണം കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് അങ്ങനെ കോള് കൊടുക്കുന്നത്? ടോള് കഴിഞ്ഞു പോയി. ഞാനല്ല അവന്മാര് എടാ അമ്പത്തൂരെ ഇരുന്ന് പിടിമലയെ കയറാറൊന്ന് പോടാ അപ്പുറത്തോട്ടെ. പത്തൂരെ ആരാണ് തല്ലിയത്? അറിയാമെങ്കിൽ നമ്മള് നേരെ പോയി അവരെ വിളിച്ചാ പോരെ. അറിയത്തില്ലല്ലോ. ഇതിനകത്ത് മാത്രമേ പ്രശ്നമില്ലാത്തുള്ളൂ. എനിക്ക് ബാക്കിയുള്ളതിനകത്ത് പ്രശ്നമാണ്. എന്റെ സൗണ്ട് ഒട്ടും കേൾക്കുന്നില്ല.
തീർന്നടേ എടാ ഇങ്ങ നമ്മൾ സത്യത്തിൽ കറങ്ങിയാണ് പോകുന്നത്. മറ്റേ ടണൽ കയറിയായിരുന്നെങ്കിൽ അവിടെ ഫ്രണ്ടിൽ എത്തായിരുന്നു. അപ്പോട്ടെ ഇല്ല അമ്മാര് ഇവിടെ എവിടെ എത്താറുടെ ഗ്യാങ്ങാ പറയുമ്പം അത് പിന്നെ നമ്മൾ എത്തി ഇവിടെ അവിടെ പിന്നെ തൊട്ട് താഴെ ഏതാടെ അമ്പലമൊക്കെ താഴെ മഞ്ഞ വണ്ടിയാണ് അവന് ഇടിയടാ അവന് ഇടിയടാ മന്ദാരം പോയി ഇടിയവനെ അവനെവിടെ ഓഫീസറിന്റെ അച്ഛനായിട്ട് എവിടാ എവിടെ എവിടെ എന്താ പന്നം എന്താ സാറേ സാറേ നമ്മളെ രാജനെ തൊട്ടിട്ട് പോവാന്ന് വെച്ചു സാറേ. സാറേ മുട്ടാ നിക്കല്ലേ സാറേ, തൂറാൻ മുട്ടും. എന്താ എനിക്ക് ഒരുത്തരെ കൂടെ സമാനല്ല അവന്മാരെ ഉണ്ടാക്കി തള്ളി അവന്മാരെ ചുമ്മാ എങ്ങനെ സഹിക്കണം. ഫ്രണ്ടിൽ മാറില്ല, ഒരുത്തരെ പിടിക്കുക. കേസാണ് പോയിക്കൊണ്ടിരിക്കുക. അതിലെ വണ്ടിയുടെ അമ്മക്ക് ക്രാക്ക് കഴപ്പെന്നൊക്കെ പറഞ്ഞു ഇവന്മാരുണ്ടല്ലോ. ഞാൻ സത്യം പറഞ്ഞ ഗ്യാങ് കേട്ടിട്ട് 2-3 ഞാൻ വെടിയിച്ചു കൊല്ലും. നിന്റെ മോനെ ഞാൻ വെടിയിച്ചു കൊല്ലും. എല്ലാരും ഞാൻ കൊല്ലുവേ. ഒരു ദാക്ഷിണം എന്റെ സ്വഭാവം അറിയാലോ. ഞാൻ പ്രാന്തനാണ്. എന്റെ മണി ടർഫ് പോകുന്നുണ്ട്. എന്റെ മനസ്സ് പറയുന്നത് എന്റെ മോൻ അവിടെ ഉണ്ടെന്ന്. എന്റെ മനസ്സ് പറയുന്നു. വണ്ടിയും കത്തിക്കട്ടെ, ഞാൻ അങ്ങ് ഇറങ്ങി കത്തിക്കട്ടെ. വെടിവെച്ചു കൊല്ലും ഞാൻ. എല്ലാത്തിനും വെടിച്ചു കൊല്ലും ഞാൻ. നിന്റെ മോൻ മെറ്റ കാട്ട് മെറ്റ പന്നൻ ചന്ദ്രു. ഞാൻ ചന്ദ്രു എന്ന് വെച്ചേ. എടാ ഇത് ചന്ദ്രൻ വല്ലാണെന്ന് അടിച്ചാന്നോ? എടാ അവൻ ഈ സൂക്കേട് ഉള്ളതാ, ചുമ്മാ ഇരിക്കുന്നതിനെ കൊന്നിട്ട് പോകുന്നത്. അല്ല രായണനെ ഇപ്പൊ എവിടെ രായണ ചന്ദ്രനെ കണ്ട അറിഞ്ഞൂടെ അതാ. അല്ല ചന്ദ്രനല്ലാന്ന് പറഞ്ഞില്ലേ, ചന്ദ്രനെ ലീഡ് ചെയ്യണ എന്നിട്ട് ബാക്കി നോക്ക്. ഇത് ചന്ദ്ര നീയാണോടാ രായനെ അടിച്ചേ? രായനെ അടിച്ചേ? എടാ ഏതണ്ണു കൈവക്ക് നീ. ഏതണ്ണു നീ കൈവക്ക് നീ. സ്ത്രീ ഓടി കേട്ടോ സാറേ കൂടെ വന്ന സ്ത്രീ ഓടി കേട്ടോ. ഈ വണ്ടി ആരെന്ന് നോക്ക്. ഈ വണ്ടി സാറാണോ സാറേ ചെറുക്കന്റെ തലയിൽ വെടി വെച്ചേ? ഈ വണ്ടി ഓണർ ആര്? പേര് കണ്ടുപിടി. ഈ ഓണർ എയിമാണ് ഈ വണ്ടിയുടെ ഓണർ. ടാബോ തന്നില്ല കണ്ടിട്ട് കാണാൻ പറ്റുന്നില്ല. പവർ ഇല്ലേ? ഡോർ തുറന്നു തരാൻ വേണമെങ്കിൽ കേറ്. എന്തോ സാറവിടെ നിക്ക്. സാറവിടെ പോന്ന്. എടാ ഞാൻ ഇതുവരെ പോലീസുകാരെ വെടിവെച്ചില്ല. പോലീസുകാരന്റെ മണി വെടിവെച്ചിട്ടില്ലായിരുന്നു.
കാണിച്ച് കൊന്നു തരുമെന്ന്. എന്നെ ഉണ്ടല്ലോ അവനെ ഞാൻ ഇവൻ എന്ത് തൊട്ടിത്തറ കാണിക്കണ ഈ പുണ്ടച്ചി മോൻ? എന്ത് പാടേ ഇതൊക്കെ? നീ എവിടെ പോന്നു? നീ ഇവിടെ നിക്ക് ചെറുക്കനാണല്ലോ എന്റെ. എടാ ഞാൻ വണ്ടി ടർപ്പില് വണ്ടി കുരുണ്ട് പോണ്. വണ്ടി ഉരുണ്ടു പോന്നെന്നാ. ഇതാരാ സാറിന്റെ ഭാര്യയാണോ? പേരെന്താ ബ്രോയുടെ പേരെന്താ? ബ്രോയുടെ പേരെന്താ? ഇടിച്ചു കളഞ്ഞേ ടിവിയിലോ സാർ? ആണോ? അല്ല ഞാൻ കമ്മ്യൂണിറ്റി സർവീസ് അല്ലടാ ചെയ്യണോ? നീയൊക്കെ എന്നെ എന്തിനാ ഉപദ്രവിക്കണം ഇങ്ങനെ? എടാ പോലീസ് വേഷം ഇട്ട് കഴിഞ്ഞാൽ എല്ലാരും നമുക്ക് വേറെ ആൾക്കാരാണ്. നമുക്ക് പണ്ടേ വെറുപ്പാ. എന്റെ മോന്റെ കേസിൽ തന്നെ എല്ലാരും ഫ്രസ്ട്രേറ്റഡ് ആണ്. നിന്റെ മോൻ എന്തോ ചെയ്ത്? എന്റെ മോൻ ഞാൻ സിറ്റിയിൽ വന്ന് കാല് വെച്ചപ്പോ തന്നെ ഒരു ബാലസംഘത്തിലുള്ള ഏതൊരു കൊച്ചിനെ കുത്തി റോഡിലിട്ട്. എടാ എന്തുവാടാ ഇതൊക്കെ? അല്ല പറഞ്ഞോ. ഈ പെണ്ണുമ്പളെ വളർത്തിയതിന്റെ തോന്നുന്നു. ആ ചോദിക്കാൻ പോയപ്പോഴത്തേക്ക് ചന്ദ്രബോസിന്റെ മോനാണ്, ഞാൻ പിടികൊടുക്കൂലെന്ന് പറഞ്ഞിട്ട് ഒരു പേട്ട് വണ്ടിയില് റോക്കറ്റ് പോകും പോലെ പൊക്കോണ്ടിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും. വരുന്നുണ്ടാ അവനൊന്ന് അടിയടാ ഡെസ്ട്രോ. ഇപ്പൊ വരും അവൻ. അതിന് അടിച്ചു കഴിഞ്ഞാൽ ബാനാ. പെട്ടൊക്കെ അടിച്ചു പ്രശ്നമാണ്. ബാക്കി എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഞാൻ നോക്കിക്കോളാം. ബാക്കി എന്റെ PC-യോടെ ഞാൻ തരും. ജോണി പാപ്പ സ്റ്റാഫ് വിളിക്കുന്നു. സ്റ്റാഫ് ഒന്ന് തിരിച്ചു വിളിക്കും. അങ്ങനെ അങ്ങനെ ഒന്ന് വിളിച്ചെന്തോ. ചന്ദ്ര എന്നിട്ട് പറ. എന്നിട്ട് എന്റെ നീ പോലീസ് കേടത്തായിരുന്നോടാ? എടാടാ മാറ്റി തോക്ക് മാറ്റി. അയ്യോ അടിയായി. 2-3 വണ്ടി സാർ ഞാൻ അങ്ങനെ അവൻ ഇവിടെ നോക്കിക്കൊണ്ടിരിക്കുക. ഒരവസ്ഥകളെ തിരിക്കാൻ പറ്റൂടാ നമുക്ക്? എടാ ഈ വണ്ടി ഒന്ന് എടുത്തേ. 54 ഈ വണ്ടി ഒന്ന് എടുത്തേ. 54 മഞ്ഞ വണ്ടി. അണ്ണു പറ. ഈ 53 വണ്ടി ഒന്ന് എടുത്തേ. പുറകെ ഇരുന്ന് പോകാൻ പറ്റൂ? പോയേ പരിപാടിയൊക്കെ നടത്തണ്ടേ? ആയിട്ടില്ല 2 മാസം കൂടെ സമയമുണ്ട്. ഇത് വീടും ഇത് രണ്ടുപേരുന്ന വീടും കിട്ടും. അന്നും പറഞ്ഞ മോനൊന്നും എണീറ്റടാ. അത് പോയേ പയ്യെ പോയേ. ഒന്ന് എണ്ണിക്കോ സഹോദര. തന്റെ അടുത്ത് ആരാടോ ബ്രേക്ക് കൂട്ടാൻ പറഞ്ഞേ? വീടും കിട്ടും. അലീനെ മോളെ ഇങ്ങനെയാണോ മക്കളെയൊക്കെ വളർത്തുന്നേ? അല്ല ഞാനിത് നടന്ന് ഇവിടെ പോവാ. ഹലോ കറങ്ങിട്ട് 360 കാണിക്കുന്നത്. ഇതൊക്കെ എന്തുവാ ഇതൊക്കെ? അലീനെ ഇങ്ങനെയാണോ മക്കളെയൊക്കെ വളർത്തുന്നേ മോളെ? അമ്മമായി ബൈ ബൈ. അലീനെ മോളെ ഇവനിട്ട് അണ്ണു ഞാൻ പറയാം. എന്റെ കൊച്ചല്ല, നിന്റെ കൊച്ചല്ലേ? ചന്ദ്രന്റെ അവരെ പാടാ. ഞാൻ ഇടപെടുന്നില്ല ഇതിൽ. താല്പര്യമില്ല. വലിയ വണ്ടിയിൽ ഗണ്ണെടുക്കലെന്ന് പറയണ ആരും. അയാൾ ഗണ്ണ് ഈ റോഡ് മേടിച്ച് നമ്മള് സുഖമാണോന്ന് വെച്ച് കഴിഞ്ഞാൽ സുഖമൊക്കെ തന്നെ. ഇതെന്താണ് പരിപാടി? ഇവിടെ ചന്ദ്രനുണ്ടോ? ചന്ദ്രനെ ഹോസ്റ്റേജാക്കി എടുത്ത് വെച്ചേക്കണോ? പീടി കോൾ തരാൻ തുടങ്ങി ഇവിടെ. ചന്ദ്രൻ കുറച്ച് കഴിഞ്ഞാൽ ഒരു 5-6 മണിയാകുമ്പോഴത്തേക്ക് വരും ചന്ദ്രൻ. അവിടെ ആ സൈഡിൽ. ഏത് സൈഡില് ചന്ദ്രൻ എവിടെ സാറ്? സൂര്യൻ തെക്കാണ് ഉദിക്കുന്നെങ്കിൽ ചന്ദ്രൻ അവിടെ വടക്കല്ലേ ശ്രമിക്കുന്നത്. കോമഡി. നിങ്ങളുടെ കൂടെ ഉള്ള ചന്ദ്രബോസിനെ അറിയത്തേ ഇല്ല. ഇല്ല നമുക്കറിയത്തില്ല. നമുക്ക് ആകാശത്ത് ഉണ്ടാകുന്ന ചന്ദ്രനെ മാത്രമേ എടുത്തുള്ളൂ. സാറേ നല്ല കോമഡിയാണ്, മണിച്ച കോമഡിയാണ്. സാറിന് സ്റ്റാൻഡേർഡ് അനുസരിച്ചല്ലേ സാറെ കോമഡി പറയാൻ പറ്റത്തുള്ളൂ.
സാറേ ഞങ്ങളുടെ ഏരിയ ആണ് ഇത്. സാറിന്റെ സാധനം അടിച്ചാലേ നമുക്ക് കോമഡി പറയാൻ പറ്റത്തുള്ളൂ. സാറിന് നമുക്ക് ഇനി കോമഡി പറയാൻ പറ്റുമോ? യെസ് സാർ. സാറേ ഇവിടെ ചന്ദ്രനും സൂര്യനൊന്നും ഇല്ല. സാറിന് എടുത്തോണ്ട് പോവാമോ ഇത്? നമുക്കറിഞ്ഞൂടാ സാറേ. നമുക്കറിഞ്ഞൂടാ. നിങ്ങളുടെ നാട്ടിലെ നിങ്ങളുടെ പോലീസിലെ ആരവാണ് രാവിലെ വന്നിട്ട് ഇവിടെ കുത്തിയിരിക്കും. എന്റെ പേര് ജോസഫ്. ഈ രണ്ട് പിള്ളേർക്ക് എന്താ പറയാൻ ഈ വണ്ടി ലെഫ്റ്റ് അവിടെ ഇല്ലേ? ഇയാളിത് ഇവിടെ നമ്പർ നമ്പർ പ്ലേറ്റിന്റെ ഫ്രണ്ടിൽ നിന്ന് 2IN32TLF 2IW32TLF. എന്താ അവര് ചെയ്തേ ആക്ച്വലി? 2IW32TLF ആണോ? അതെ കയ്യിലിരുന്ന കൊറേ സാധനം അടിച്ചു മാറ്റി കൊണ്ടുപോയി. അവന്റെ വണ്ടി മാത്രമേ കിട്ടിയുള്ളൂ. മുതലുണ്ട് ഗ്യാങ് അസറ്റ്സ് ആയിട്ടുള്ള അടിച്ചോണ്ട് പോയത്. സാറേ ഇത് എന്തോ സാർ? കുടുംബത്തിന്റെ ഫുള്ള് സാറേ. പുള്ളിയുടെ പേര് ഫെനിക്സ് എന്നാണ് പേര്. ഫോട്ടോ ഉണ്ടോ സാറേ? ഫോട്ടോ ഇല്ലടാ, അവന്റെ റേഷൻ കാർഡ് പാസ്പോർട്ട് ID കാർഡ് എടുത്തിട്ടില്ല. ID കാർഡ് എടുത്തിട്ടില്ല. പോലീസ് അല്ലയോ? ഒരു ഡയലോഗ് പറയാൻ വള്ളി എടുത്തിട്ട് പോയി. അവനെ പൊക്കാനുള്ള പരിപാടിയല്ലേ? സ്പെല്ലിംഗ് ഒന്നും കൂടെ പറയോ? FENIX. അതിട്ട് ചാറ്റിന് വിളിച്ച മനസ്സാറേ അത് വള്ളിയൊന്നും അല്ല. സാറേ നമ്മുടെ പയ്യൻ എങ്ങനെയുണ്ട്? ചന്ദ്രൻ എങ്ങനെയുണ്ട്? ചന്ദ്രൻ കിടിലം, അതിലും കിടിലം ചന്ദ്രന്റെ മോൻ. വന്നപ്പോ തന്നെ ചന്ദ്രന് കിട്ടേണ്ട പേരദോഷം മൊത്തം പുള്ളിക്കാരൻ വാങ്ങിച്ചു. സാറേ ഇതൊക്കെ പിള്ളേരുടെ ഓരോരോ ചാബല്യങ്ങളല്ലേ? പിള്ള ചാബല്യം. അറിയാവോ? മാമൻ അറിയാൻ? ആലീസിന്റെ ഒരു അനിയനുണ്ടല്ലോ, ചാത്തുക്കുട്ടിയോ സംതിങ്. നേരെ പോയി കത്തിയെടുത്തെടുത്തു. സാർ എന്തോ ഒരു വാക്കുതർക്കം ഉണ്ടായതിന്റെ പേരിലാണ് സാർ. അതുകൂടെ ഒന്ന് അന്വേഷിക്കണേ. സിവിലിയൻസ് മൊത്തം കണ്ടോണ്ടിരുന്നു. അവര് ഫുള്ള് പ്രൊട്ടസ്റ്റ് കൊണ്ടുവന്നു, കേസാക്കി, DOJ എത്തി. മര്യാദക്ക് ഞാൻ പയ്യൻ കൊണ്ട് ഇറങ്ങണ്ടടാ. കാലിട്ടും വയ്യ. ഡോക്ടർ പറഞ്ഞേക്കുന്ന ഫുള്ള് ബെഡ് റെസ്റ്റ് വേണമെന്നാണ്. സാറിന്റെ ഇട്ടേക്കുന്ന നിക്കറും എന്റെ ഞങ്ങളുടെ അണ്ടറിലാണ്. മനസ്സിലായോ സാറേ? കാലൊട്ടും വയ്യടാ. കാല് ഒട്ടും വയ്യ. സോ ഇങ്ങനെ തൂക്കിയിട്ടോണ്ടിരിക്കും. കാലിങ്ങനെ ഇരിക്കുമ്പോ സ്ട്രെസ്ഡ് ആവും. അപ്പം കിടക്കാൻ പറഞ്ഞായിരുന്നു കേട്ടോ. ബെഡ് റെസ്റ്റാ പറഞ്ഞേക്കുന്നത്. അപ്പൊ ഞാനിങ്ങനെ ലൈവ് ഇട്ടില്ലെങ്കിൽ ഇതാവെന്ന് വെച്ചിട്ട് ഞാൻ വന്നേ. പിന്നെ നിങ്ങളെല്ലാവരും മിസ് ചെയ്തല്ലോ. മിസ് ചെയ്യാൻ നമ്മൾ ചാൻസ് കൊടുക്കരുതല്ലോ. അതുകൊണ്ടിട്ടാണ്.